പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും നമ്മൾ. പ്രത്യേകിച്ച് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി തീരും, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, വലിയൊരു പൊസിഷനിൽ നമ്മൾ ആകുമോ, അതോ അടലമടലം പോകുമോ, അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കേണ്ടതുമാണ്. കാരണം ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില ബഹിർസ്ഫുരണങ്ങളാണ്. അത് നമുക്ക് ലൈഫ് തരുന്നു, അത് നമ്മെ മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ടൈം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ സമയം എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് മൂന്നായിട്ട് അതിനെ തരംതിരിക്കാം: പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. അതായത് നമ്മുടെ ഭൂതമാണ് പാസ്റ്റ്, ഭൂതകാലം, കഴിഞ്ഞുപോയ കാലങ്ങൾ നമുക്ക് വളരെയധികം മെമ്മറികൾ സമ്മാനിക്കുന്നു. ഒരു ലേണിങ്ങിന്റെ രൂപത്തിൽ നമ്മുടെ ബ്രെയിൻ തന്നെ അതിനെല്ലാം നമ്മുടെ ഹിപ്പോകാമ്പൽ ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തിയും ഊർജവും എല്ലാം തരുന്നത്. ഇപ്പോ ഒരു പഠിച്ചു വന്ന കുട്ടി, ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു വന്ന ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു വന്ന ഒരു വ്യക്തി, അദ്ദേഹം പഠിച്ച ചില കറിക്കൂട്ടുകളും അല്ലെങ്കിൽ ചില പുതിയ വിഭവങ്ങളുടെ കൂട്ടുകളും എല്ലാം അദ്ദേഹം ഒരു ജോലി സ്ഥലത്ത് കയറുമ്പോൾ ആ ഒരു സ്റ്റാർ ഹോട്ടലിൽ അത് അപ്ലൈ ചെയ്ത് അവിടെ ഒരു സ്റ്റാറായി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഒരു MBA കോഴ്സ് കഴിഞ്ഞു വന്ന ഒരു വ്യക്തി, അദ്ദേഹം തന്റെ ആ ഒരു പഠന സമയത്ത് പഠിച്ചെടുത്ത ബിസിനസ് സ്കില്ലുകളെല്ലാം ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അപ്ലൈ ചെയ്യുന്നതായിട്ട് വരുന്നു. അപ്പൊ ഇത് എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ജീവിതാനുഭവം, മുന്ന് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ചില പ്രത്യേക അവസ്ഥകളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് നല്ലൊരു കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യമായിക്കോട്ടെ, നമ്മളത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ മെമ്മറിയിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, നല്ലതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷവും, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ ദുഃഖവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടും നമുക്ക് തോന്നാറുണ്ട്. അപ്പോ ഈ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും സംഭവിച്ച നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പാസ്റ്റിനെ നമുക്ക് എങ്ങനെയാണ് നേരിടാനായിട്ട് സാധിക്കുക? പ്രത്യേകിച്ച് ഇവിടെ നേരിടാനായിട്ട് ഒന്നുമില്ല. ഈ പാസ്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ പാസ്റ്റിനെ ഞാൻ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എന്റെ ഉള്ളിലേക്ക് വളരെയധികം ചിന്തകൾ കടന്നു വരുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ പാസ്റ്റിനെ എന്ത് തന്നെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ആ പാസ്റ്റിനെ അതോടുകൂടി ഞാൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ ആ പാസ്റ്റിനെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെയിലി സെൽഫ് റിഫ്ലക്ഷനിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തെറാപ്പികളിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു റീഡിങ്, ഒരു ബുക്ക് റീഡ് ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന ചില മെക്കാനിസംസ് വഴിയൊക്കെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ പാസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ പാസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് പ്രസന്റിൽ ജീവിക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. അവിടെ ആ പ്രസന്റ് ലൈഫിൽ അദ്ദേഹം വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഫ്യൂച്ചറിലേക്ക് അദ്ദേഹത്തിന് ആൻസൈറ്റി ഉണ്ടാവുകയില്ല. എന്തായി തീരും എന്റെ ഫ്യൂച്ചർ എന്നതിനെ കുറിച്ച് ആൻസൈറ്റിയോ അതീവ സന്തോഷമോ അതീവ ദുഃഖമോ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ വഴി നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ തോറ്റിട്ടും പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയുടെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അദ്ദേഹത്തിന് ആദ്യം പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ദുരനുഭവം ഉണ്ടായി. അതായത് ഞാൻ ഈ പരീക്ഷയിൽ തോറ്റു, ഇനിയും ഞാൻ പരീക്ഷ എഴുതിയാൽ എന്ത് സംഭവിക്കും, ആളുകൾ എന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു നീരസം തോന്നുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി കടന്നു വരാം. കാരണം അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹം ഓൾറെഡി മനസ്സിലാക്കുകയാണ്, ഓക്കെ ഞാൻ എക്സാം എഴുതിയിരിക്കുകയാണ്, അപ്പോൾ ഈ എക്സാം എഴുതിയത് ഞാൻ തോറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയാണ് തോൽവികൾ ആർക്കും സംഭവിക്കാം. അദ്ദേഹത്തിന്റെ സെൽഫ് അനാലിസിസിലൂടെ, മറ്റുള്ള വ്യക്തികളുടെ ഒബ്സർവേഷനിലൂടെയും അദ്ദേഹം മനസ്സിലാക്കുകയാണ് തോൽവി എന്നത്
ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു 10ാം ക്ലാസ് പരീക്ഷയിൽ മാത്രമല്ല, വേറെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്കും, ഈവൻ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നവർ, 9ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നവർക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് എഴുതുന്നവർക്ക് പോലും തോൽവി സംഭവിക്കാം. അപ്പോ ജയപരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള ആ ഒരു ഫിലോസഫിയിലേക്ക് അദ്ദേഹം തനിയെ കടന്നു വരികയാണ്. ആ ഒരു ഫിലോസഫി അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴിയായിട്ട് അദ്ദേഹത്തിന്റെ പാസ്റ്റ് ആയിട്ട് അദ്ദേഹം റീകൺസൈൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. തന്റെ പാസ്റ്റിനെ അദ്ദേഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും അത് ഒരു ലൈഫിന്റെ ഒരു സൈഡായിട്ട് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നത് വഴി അദ്ദേഹത്തിനെ ഫുൾ ഫോക്കസോടുകൂടി തന്റെ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി ഇപ്പോഴുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എക്സാമിന് വേണ്ടി വീണ്ടും ഒരുങ്ങുകയാണ് തന്റെ ഫുൾ കോൺസെൻട്രേഷനോടുകൂടി. അദ്ദേഹത്തിന് അറിയാം ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന എക്സാമിന് അദ്ദേഹം ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ തോൽക്കാം എന്നുള്ള വസ്തുത. അതൊരു വസ്തുത തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അദ്ദേഹം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അതോടൊപ്പം ഫ്യൂച്ചറിൽ എക്സാമിന് ജയിച്ചാലും തോറ്റാലും അംഗീകരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പ്രസന്റിലെ പ്രസൻസ് ഓഫ് മൈൻഡ് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുകയാണ്. ഇതുവഴി നമുക്ക് ഇങ്ങനെ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് വഴി, ഇങ്ങനെ പാസ്റ്റ് ആയിട്ട് റീകൺസൈൽ ചെയ്യുന്നത് വഴി നമുക്കും നമ്മുടെ പ്രസന്റ് ഡേ ലൈഫിൽ ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്ത് തന്നെയായാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.